ഇന്നൊരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ് മാത്രം മതിയാകില്ല. അത് ശരിയായ രീതിയിൽ, ശരിയായ സമയത്ത്, ശരിയായ ഗുണമേന്മയോടെ ഉപഭോക്താവിലേക്ക് എത്തിക്കുവാനും കഴിയണം. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റിനെ പറ്റിയാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു നല്ല പ്രൊഡക്റ്റ് മാത്രം മതിയാവുകയില്ല. അത് ശരിയായ രീതിയിൽ, ശരിയായ സമയത്ത്, ശരിയായ ഗുണമേന്മയോടെ ഉപഭോക്താവിലേക്ക് എത്തിക്കുവാനും നമുക്ക് കഴിയണം. അതിനായുള്ള ബാക്ക് ബോണാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിന്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങി ടൈം ബിസിനസ് ഗ്രോത്ത് വരെ സ്വാധീനിക്കുന്ന 5 പ്രധാന മേഖലകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെന്റിലെ 5 കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, പ്രോസസ് മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിലുള്ള റോ മെറ്റീരിയൽ, ഡേറ്റ അല്ലെങ്കിൽ മനുഷ്യരുടെ എഫേർട്ട് ഇവയെല്ലാം വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആക്കുകയോ സർവീസ് ആക്കുകയോ ചെയ്യുന്ന പ്രോസസ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നതാണ് പ്രോസസ് മാനേജ്മെന്റ്. ഇവിടെ പ്രധാനമായും ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, ഏതെല്ലാം സ്റ്റെപ്പാണ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്? ആരാണത് ചെയ്യുന്നത്? ഏത് സീക്വൻസിലാണ് അത് ചെയ്യേണ്ടത്? ടെക്നോളജി എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഉദാഹരണത്തിന് സ്പോട്ടിഫൈയുടെ കാര്യം നമുക്ക് നോക്കാം. സ്പോട്ടിഫൈ ഇന്ന് AI ഡ്രിവൻ അൽഗോരിതം ഉപയോഗിച്ച് പ്ലേലിസ്റ്റ് റെക്കമെൻഡേഷൻ ഓട്ടോമേറ്റ് ചെയ്യുന്നു. അതിലൂടെ യൂസേഴ്സിന് ഫാസ്റ്റർ ഡെലിവറിയും പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസും ലഭിക്കുന്നു. അതാണ് നല്ല പ്രോസസ് മാനേജ്മെന്റിന്റെ പവർ. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, കപ്പാസിറ്റി മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിൽ നിലവിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് കപ്പാസിറ്റി മാനേജ്മെന്റ്. ഇവിടെ പ്രധാനമായും നോക്കേണ്ടത് എന്തെല്ലാമാണ്? എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമതായി, ഡിമാൻഡ് ഇൻക്രീസ് ആകുന്നതിന് അനുസരിച്ച് എന്തെല്ലാം ചെയ്യണം. ന്യൂ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ, ഇതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം. പാൻഡമിക്കിന്റെ സമയത്ത് സൂം കോൾ ചെയ്തത് മികച്ച ഒരു എക്സാമ്പിൾ ആണ്. ലോകമെമ്പാടും വീഡിയോ കോൺഫറൻസിംഗ് യൂസേജ് വളരെ കൂടുതലായ സൂം അതിന്റെ സെർവർ കപ്പാസിറ്റി വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്തു. അത് ഇല്ലായിരുന്നെങ്കിൽ മില്യൺസ് ഓഫ് യൂസേഴ്സിന് സർവീസ് ഇന്ററപ്ഷൻ നേരിടേണ്ടി വന്നേനെ. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിർത്താം. പക്ഷേ വളരെ കൂടുതലായ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കോസ്റ്റ് കൂടി പോകും. ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇവിടെ ഡിസിഷൻസ്, എത്ര സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, റീഓർഡർ പോയിന്റ് എന്താണ്, കോസ്റ്റും കസ്റ്റമർ സർവീസും എങ്ങനെ ബാലൻസ് ചെയ്യാം. ഐക്കിയ ഇതിന് വളരെ നല്ല എക്സാമ്പിൾ ആണ്. റിയൽ ടൈം ഇൻവെന്ററി ട്രാക്കിംഗ് ഉപയോഗിച്ച് അവർ ഓവർ സ്റ്റോക്ക് ഒഴിവാക്കുകയും ഹൈ ഡിമാൻഡ് പ്രൊഡക്റ്റ് വേഗത്തിൽ റീപ്ലനിഷ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ടൈം, റൈറ്റ് ക്വാണ്ടിറ്റി. നാലാമത്തെ പോയിന്റ് നോക്കാം, ക്വാളിറ്റി മാനേജ്മെന്റ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ ഹൃദയമാണ് ക്വാളിറ്റി. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൺസിസ്റ്റന്റ്ലി കസ്റ്റമർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ നോക്കേണ്ടുന്ന എന്തെല്ലാമാണ്? ഒന്നാമതായി, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഏതാണ്, എങ്ങനെ നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യുന്നു. മൂന്നാമതായി, കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ആപ്പിളിനെ എക്സാമ്പിളായി നോക്കൂ. റിഗറസ് പ്രൊഡക്റ്റ് ടെസ്റ്റിങ്ങും കസ്റ്റമർ ഫീഡ്ബാക്ക് അനാലിസിസും ഉപയോഗിച്ച് അവർ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യുന്നു. ഇന്നത്തെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ കസ്റ്റമർ ലോയൽറ്റി നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അഞ്ചാമത്തെ പോയിന്റ് നോക്കാം, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിന്റെ കയ്യിൽ എത്തും മുമ്പ് സപ്ലയർ മുതൽ മാനുഫാക്ചർ വരെ, അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ വഴിയും കസ്റ്റമർ വരെ പോകുന്ന മുഴുവൻ ഫ്ലോയുമാണ് സപ്ലൈ ചെയിൻ. ഇവിടെ പ്രധാനമായ തീരുമാനങ്ങൾ എന്തെല്ലാമാണ്? സപ്ലയർ ആരൊക്കെയാണ്, ഗുഡ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു, റിസ്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. യൂണിലിവർ ഇതിന് മികച്ചൊരു ഉദാഹരണമാണ്. ജോഗ്രഫിക്കലി ഡൈവേഴ്സ്ഡ് സപ്ലയേഴ്സിനെ ഉപയോഗിച്ച് അവർ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു രാജ്യത്ത് ഇഷ്യൂ ഉണ്ടായാൽ ബിസിനസ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റു രാജ്യത്തു നിന്നുള്ള സപ്ലയേഴ്സിനെ അവർ ഉപയോഗിക്കുന്നു. ഇനി ഒരു പ്രധാന കാര്യം, ഈ 5 മേഖലകളും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇൻവെന്ററി പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാകും. പ്രൊഡക്ഷൻ ഡിലേ വന്നാൽ ഡെലിവറിയെ ബാധിക്കും. ഡെലിവറി ഇഷ്യൂ വന്നാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറയും. അതുകൊണ്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നത് ഒരു ഐസൊലേറ്റഡ് ആക്ടിവിറ്റി അല്ല, ഇത് ഒരു ഇന്റർ കണക്റ്റഡ് സിസ്റ്റമാണ്. അതിനാൽ ഓരോ ഓർഗനൈസേഷനും 3 തലങ്ങളിൽ പ്ലാനിംഗ് നടത്തണം. 1, സ്ട്രാറ്റജിക് പ്ലാനിംഗ്.
സ്ട്രാറ്റജിക് പ്ലാനിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ലോങ് ടൈം ഗ്രോത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. രണ്ടാമത്, ടാക്ടിക്കൽ പ്ലാനിംഗ്. വീക്ക്ലി സ്കെഡ്യൂളിങ്ങും ഓർഗനൈസേഷനും പ്ലാനിങ്ങുമാണ് ടാക്ടിക്സ് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നത്. മൂന്നാമതായി, ഓപ്പറേഷണൽ കൺട്രോൾ. ഡെയിലി മോണിറ്ററിങ്ങും ഇംപ്രൂവ്മെന്റുമാണ് പ്രധാനമായും ഓപ്പറേഷണൽ കൺട്രോളിൽ ഉൾപ്പെടുന്നത്. അവസാനമായി, സ്ട്രോങ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നത് എഫിഷ്യൻസി മാത്രമല്ല, അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്, ബിസിനസ് സ്റ്റെബിലിറ്റി ആണ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഗ്രേറ്റ് ഓപ്പറേഷൻസ് ക്രിയേറ്റ് ഹാപ്പി കസ്റ്റമർ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.